ഹലോ, എല്ലാവർക്കും ബോവൻ ബട്ടൺസിലേക്ക് വീണ്ടും സ്വാഗതം. കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ടുള്ള 4 ഈസി ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാർഡ്ബോർഡ് ക്രിസ്മസ് സൈൻ. ഇതിനായിട്ട് 2 പീസ് കാർഡ്ബോർഡ് വേണം. ഒരു കാർഡ്ബോർഡിൻ്റെ ഹൈറ്റ് മറ്റു കാർഡ്ബോർഡിനേൽ ഒരു 1/2 സെൻറ്റിമീറ്റർ കുറവായിരിക്കണം. ഇനി നമുക്കിത് അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് കളർ ചെയ്യാം. ഞാനൊരു സ്പോഞ്ചാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം പെൻസിലും കൊണ്ട് ജോയ് എന്ന് എഴുതി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ അത് വൈറ്റ് അക്രലിക് പെയിൻറ് വെച്ച് കളർ ചെയ്തു. ഇനി ഞാനത് 3 പീസസ് ആയിട്ട് കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ എഡ്ജസിൽ ബ്ലാക്ക് പെയിൻറ് വെച്ച് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിക്ക് ചെയ്യണ സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് പെയിൻറ് ചെയ്യുന്നത്. ഇനി ഞാനത് 3 പീസും ഫസ്റ്റത്തെ ആ കാർഡ്ബോർഡ് പീസിലോട്ട് സ്റ്റിക്ക് ചെയ്യുവാണ്. ഇനി ഒരു സ്ട്രിങ്ങും കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ചെറിയൊരു ബോ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു റിബണിൻ്റെ പീസ് എടുത്ത് ഇതേപോലെ ഗ്ലൂ വെച്ചിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം സെൻറ്ററിൽ നൂലും കൊണ്ട് ജസ്റ്റ് ടൈ ചെയ്യാം. അതിന് ചേരുന്ന ഒരു നൂലെടുക്കാൻ ശ്രമിക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോ ആണ്. ഇതേപോലെ ടൈറ്റായിട്ട് കെട്ടാം. ഇപ്പോൾ ബോ റെഡി ആയിട്ടുണ്ട്. ഈ സൈൻ ബോർഡ് നിങ്ങൾക്ക് ക്രിസ്മസ് ട്രീയിൽ തൂക്കാനോ അല്ലെങ്കിൽ വാൾ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം. കാർഡ്ബോർഡ് ക്രിസ്മസ് ട്രീ. ഇതിനായിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പ് കാർഡ്ബോർഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിക്ചറിൽ കാണുന്ന പോലെ പെൻസിലും കൊണ്ട് മാർക്ക് ചെയ്യാം. അതിനുശേഷം പോയിൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് അവിടെ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി വൈറ്റ് അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് നമുക്കത് കളർ ചെയ്യാം. ഇനി ആ ക്രിസ്മസ് ട്രീയുടെ ആ ട്രയാങ്കിൾ ഷേപ്പിൻ്റെ താഴെയായിട്ടൊരു ചെറിയ പീസ് കാർഡ്ബോർഡും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ കാർഡ്ബോർഡിൻ്റെ ആ ഫസ്റ്റ് ലെയർ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അതേപോലെ ഒരു മെറ്റീരിയൽ കിട്ടും. അതിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്യുകയാണ്. ഇനി വുള്ളൻ നൂല് കൊണ്ട് നമുക്ക് ഈ പിക്ചറിൽ കാണുന്ന പോലെ വീവ് ചെയ്ത് കൊടുക്കാം. ഇത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലുള്ള ഇമേജാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നിങ്ങൾ സെയിം ഇത് ചെയ്യുക. ഇപ്പം ഞാൻ അവസാനം വരെ വീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി എക്സസ് ആയിട്ടുള്ള ത്രെഡ് ബാക്കിലോട്ട് വെച്ച് സ്റ്റിക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കാർഡ്ബോർഡ് വെച്ചിട്ട് ബാക്ക് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഒരു ബോവും കൂടെ അറ്റാച്ച് ചെയ്ത് ആ ക്രിസ്മസ് ട്രീ കംപ്ലീറ്റ് ആയി. കാർഡ്ബോർഡ് ക്യാൻഡി. ഇതിനായിട്ട് ഞാൻ ഒരു റൗണ്ട് ഷേപ്പിൽ 2 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് അക്രിലിക് പെയിൻറ് വെച്ച് ഓൾറെഡി പെയിൻറ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വൈറ്റ് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ സ്പൈറൽ ഷേപ്പിൽ കളർ ചെയ്യുവാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഗ്ലിറ്റേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു സ്റ്റിക്കിലോട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ മറ്റേ പീസും കൂടെ വെച്ച് അത് കവർ ചെയ്യാം. ഇതിൻ്റെ തന്നെ വേറൊരു വേർഷൻ നമുക്ക് ഉണ്ടാക്കാം. ഇതിനായിട്ട് ഒരു വൈറ്റ് പേപ്പർ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ സ്പൈറലായിട്ട് കട്ട് ചെയ്യുവാണ്. ഇനി നമുക്ക് വൈറ്റ് ഗ്ലൂ വെച്ച് ഇത് ഒട്ടിക്കാം. കാർഡ്ബോർഡ് ഗിഫ്റ്റ് ബോക്സ്. ഇതിനായിട്ട് ഞാനൊരു ക്യൂബ് ഷേപ്പിൽ കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഇനി നമ്മളൊരു ബോ ഉണ്ടാക്കാൻ പോവാണ്. ഇതേപോലെ റിബൺ എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ സ്റ്റിക്ക് ചെയ്യാം. ഇനി അത് തമ്മിൽ ഗ്ലൂ വെച്ച് ഒട്ടിക്കാം. സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കി രണ്ടെണ്ണം കൂടെ ചെയ്തെടുക്കാം. ആദ്യം ഇങ്ങനെ എക്സ് പോലെ വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലോട്ട് ആ മൂന്നാമത്തെ പീസും കൂടെ വെച്ച് കൊടുക്കാം. ഇതപ്പോൾ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബോക്സിലേക്ക് ഒട്ടിച്ചതിന് ശേഷം ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കാണുന്ന ഭാഗത്ത് നമ്പർ 25 എന്ന് എഴുതി കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ബെർലാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് ജസ്റ്റ് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ സൈഡിൽ കാർഡ്ബോർഡ് ഗിഫ്റ്റ് ബോക്സും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ.